നമസ്കാരം. മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമാകുമ്പോൾ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം അതൃപ്തിയിലാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി.ജെ.പി. മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നു. ഇതിനൊപ്പമാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഷിൻഡെയെ അവഗണിക്കുന്നത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആഭ്യന്തര വകുപ്പ് നിലനിർത്തി. ഊർജം, നിയമം, ജുഡീഷ്യറി, പൊതുഭരണം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി വകുപ്പുകൾ ഫഡ്നാവിസ് കൈകാര്യം ചെയ്യും. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്ക് നഗരവികസനം, ഭവന നിർമ്മാണം, പൊതുമരാമത്ത് വകുപ്പുകളാണ് നൽകിയത്. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് എക്സൈസ്, ധനകാര്യം, ആസൂത്രണം എന്നീ വകുപ്പുകളും ലഭിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പുകൾ NCPക്കാണ് നൽകിയത്. ഫഡ്നാവിസും അജിത് പവാറും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഡിസംബർ 15-ന് 39 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഫഡ്നാവിസും 2 ഉപമുഖ്യമന്ത്രിമാരും ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. BJP, NCP, ശിവസേന എന്നിവയുടെ മഹായുതി സഖ്യം നവംബർ 20-ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 288 സീറ്റുകളിൽ 230 സീറ്റുകൾ നേടി. 288-ൽ 132 നേടി മഹാരാഷ്ട്രയിൽ കരുത്ത് തെളിയിച്ച BJP ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി. മന്ത്രിസഭാ രൂപീകരണം വളരെ എളുപ്പത്തിലാകുമെന്ന് തോന്നിച്ചെങ്കിലും പ്രതീക്ഷ തെറ്റി. മുഖ്യമന്ത്രി പദം വിട്ടുനൽകാൻ തയ്യാറായ ശിവസേന ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചതും. ആഭ്യന്തരവും നഗരവികസനവും ഉൾപ്പെടെ 12 വകുപ്പുകൾ വേണമെന്നതും ആവശ്യപ്പെട്ടു. 57 MLA-മാരുള്ള ഷിൻഡെയ്ക്ക് 41 MLA-മാരുള്ള അജിത് പവാറിനും മതിയായ പരിഗണനയുണ്ടാകുമെന്ന് BJPയും പറഞ്ഞു. മന്ത്രിമാരുടെ എണ്ണത്തിൽ ശിവസേനയ്ക്ക് ആശ്വസിക്കാൻ കഴിയും. എന്നാൽ അവരെക്കാൾ മികച്ച വകുപ്പുകൾ അജിത് പവാറിന് കിട്ടി. ഇതിൽ വ്യക്തമായ ചില സൂചനകളുമുണ്ട്. ഉദ്ധവിന്റെ ശിവസേനയെ BJPയിലേക്ക് അടുപ്പിക്കാനാണ് RSS താല്പര്യം. അതുകൊണ്ടാണ് ഷിൻഡെയോടുള്ള അവഗണന. ഷിൻഡെയുടെ പിന്തുണയില്ലെങ്കിലും BJPക്കും അജിത് പവാറിനും ചേർന്ന് മഹാരാഷ്ട്ര ഭരിക്കാം. എന്നാൽ ലോക്സഭയിൽ 7 MP-മാർ ഷിൻഡെയ്ക്കുണ്ട്. ഇത് കേന്ദ്ര ഭരണത്തിൽ BJPക്ക് അനിവാര്യതയാണ്. എന്നാൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 9 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്, നിയമസഭയിൽ 20 പേരും. അതുകൊണ്ട് തന്നെ ഉദ്ധവിന്റെ ശിവസേന BJP മുന്നണിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ BJPക്ക് ലോക്സഭയിലും കരുത്തുകൂടും. ഇതെല്ലാമാണ് ഷിൻഡെയെ പതിയെ അകലത്തിൽ നിർത്തുന്നതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കുറച്ചു ദിവസം മുമ്പ് ഉദ്ധവ് താക്കറെയും മുഖ്യമന്ത്രി ഫഡ്നാവിസുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിലൂടെ മഞ്ഞുരുക്കം തുടങ്ങിയെന്ന് തന്നെയാണ് സൂചന. ബോംബെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഉദ്ധവിന്റെ തീരുമാനം. സവർക്കറിനെ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതും ഉദ്ധവ് അംഗീകരിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസുമായി ഉദ്ധവ് പിരിയുന്നതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സവർക്കറിന് എന്തുകൊണ്ടാണ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകാത്തത് എന്ന ചോദ്യവുമായി ഉദ്ധവ് താക്കറെ എത്തിയിരുന്നു. ഫഡ്നാവിസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ചോദ്യമുന്നയിച്ച താക്കറെ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് BJPയോട് സവർക്കറിന് ഭാരതരത്ന നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഫഡ്നാവിസ് തന്നെയാണ് മുഖ്യമന്ത്രി. എന്നിട്ടും ആവശ്യം അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സവർക്കറെ കുറിച്ച് സംസാരിക്കാൻ BJP യോഗ്യരല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സവർക്കറിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകണം. ഉദ്ധവ് താക്കറെ പറഞ്ഞ കാര്യങ്ങളാണിത്. ഇത് കോൺഗ്രസ് നിലപാടിന് എതിരായിരുന്നു. നാഗ്പൂരിലെ ഫഡ്നാവിസിന്റെ ഓഫീസിലെത്തിയായിരുന്നു ഉദ്ധവ് താക്കറെയുടെ കൂടിക്കാഴ്ച. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ച കൂടിയാണിത്. അടച്ചിട്ട മുറിയിൽ 15 മിനിറ്റോളം ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ശിവസേന നേതാക്കളായ ആദിത്യ താക്കറെ, അനിൽ പരാബ്, വരുൺ സർദേശായി തുടങ്ങിയവരും താക്കറെയ്ക്കൊപ്പം എത്തിയിരുന്നു. സ്പീക്കർ രാഹുൽ നർവേക്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 20 MLA-മാരുള്ള പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ശിവസേന UBT വിഭാഗത്തിന് ലഭിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. മഹാവികാസ് അഘാഡിയിൽ നിന്ന് പുറത്തു പോകാതെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അതായത് BMC തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് നേതാവ് സഞ്ജയ് റാവുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ലോക്സഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളേക്കാൾ സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംഘടന ഒറ്റയ്ക്ക് പോകണമെന്ന് പാർട്ടി പ്രവർത്തകർ നിർബന്ധം പിടിക്കുകയാണെന്നാണ് റാവുത്ത് പറഞ്ഞത്. BMC തിരഞ്ഞെടുപ്പിനായി ഉദ്ധവ് താക്കറെയും മറ്റ്
പാർട്ടി നേതാക്കളും ഒറ്റയ്ക്ക് പോകണമോ എന്നതിനെക്കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട്. പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1997 മുതൽ 2022 വരെ തുടർച്ചയായി 25 വർഷത്തോളം അവിഭക്ത ശിവസേനയാണ് BMC നിയന്ത്രിച്ചത്. BMCയുടെ മുൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കാലാവധി 2022 മാർച്ച് ആദ്യം അവസാനിച്ചു. അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല. മുംബൈയിൽ ശിവസേനയുടെ ശക്തി തർക്കമില്ലാത്തതാണെന്നാണ് റാവുത്ത് പറയുന്നത്. മുംബൈയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശിവസേന മുംബൈയിൽ 24 സീറ്റുകളിൽ മത്സരിച്ച് 10 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി 4 സീറ്റുകൾ നേടി. NCP ശരത് പവാർ മത്സരിച്ച 2 സീറ്റുകളിൽ പരാജയപ്പെട്ടു. അവിഭക്ത ശിവസേന BJPയുമായി സഖ്യത്തിലായിരുന്നപ്പോഴും BMCയിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും സഞ്ജയ് റാവുത്ത് പറഞ്ഞിരുന്നു. അതിനുള്ള വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പൂനെ, പിംപ്രി ചിച്ച്വാഡ്, നാസിക് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ MVA സഖ്യം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭരണകക്ഷിയായ മഹായുതിയുടെ ഭാഗമായി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന BMC തിരഞ്ഞെടുപ്പിൽ ശിവസേന മത്സരിക്കുമെന്ന ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. 227 മുനിസിപ്പൽ വാർഡുകളിലാണ് മത്സരം. BMC തിരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യമായി മത്സരിക്കുമെന്ന് ശിവസേനയുടെ തലവനായ ഷിൻഡെ പറയുന്നു. ഈ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. നന്ദി.